Hi traders, welcome back to Market Waves. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. 6/6/2024 അത് കഴിഞ്ഞ വ്യാഴാഴ്ച 22,849 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച 22,821 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. എന്നാൽ ആദ്യത്തെ ഒരു ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു, ഡോജി ക്യാൻഡിൽ. അതിനുശേഷം അതിന് മുകളിലോട്ട് കടന്നപ്പോൾ മുതൽ ഇവിടെ നിന്നും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുത്ത് ഡേ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് ആദ്യമേ രേഖപ്പെടുത്തിയിരുന്ന 22,910 എന്ന ലെവൽ ടാർഗറ്റായി കൃത്യമായി കിട്ടിയിരുന്നു. എന്നാൽ അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്ത നിഫ്റ്റി ബൈ ചെയ്ത് ഡേയ്സ്ലോയോ അഥവാ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചവർക്ക് അന്നേ ദിവസം വളരെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിരുന്നു. 23,150 എന്ന റെസിസ്റ്റൻസ് കൂടുതൽ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവൽ 23,150 മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം നിഫ്റ്റി വളരെയധികം സമയം ഒരു കൺസോളിഡേഷൻ മൂഡിലായിരുന്നു നിന്നിരുന്നത്. മിക്കവാറും ഇത് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് പോന്നേക്കും. സാധാരണഗതിയിൽ ഇത്രയും ഉയരത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 1,900ഓളം പോയിന്റ് താഴെ വീണ നിഫ്റ്റി ഈ ലെവലിൽ വരുമ്പം ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമോ അഥവാ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കുമോ എന്ന് സംശയിച്ചിരുന്നു എല്ലാവരും. എന്നാൽ ഇവിടെയെല്ലാം നിഫ്റ്റി ഹോൾഡ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. വീണ്ടും അവിടുന്ന് ഉയർന്ന് ചെറിയ പോയിന്റുകൾക്ക് മാത്രം എവർ ടൈം ഹൈയോട് വളരെ അടുത്ത് എത്തിയിരുന്നു. 22,320 എന്ന ലെവൽ വരെ ഉയർന്നിരുന്നു. എന്നാൽ 22,338 പോയിന്റ് സംതിങ് ആയിരുന്നു എവർ ടൈം ഹൈ ഇതുവരെ രേഖപ്പെടുത്തിയിരുന്നത്. ആ ലെവലിൽ നിന്നും ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അന്നേ ദിവസം ഏതാണ്ട് 530 പോയിന്റിന്റെ അപ്പ് മൂവ് ആണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ATMോ അഥവാ അതിന് മുകളിലുള്ളതോ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രീമിയം വളരെ ഉയരത്തിലായതുകൊണ്ട് അല്പം കൂടി മുകളിലുള്ളത് വാങ്ങാമെന്ന് കരുതിയവർക്ക് പോലും സാമാന്യം വളരെ വലിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി പേർ എനിക്ക് വളരെ ഉയർന്ന ടാർഗറ്റ് പ്രോഫിറ്റ് ലഭിച്ച സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നിരുന്നു. സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് പ്രോഫിറ്റിലായ ട്രേഡുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് സന്ദേശങ്ങളിലൂടെ അവരുടെ പ്രോഫിറ്റ് P&Lന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരുടെ സന്തോഷം ഞാനുമായി പങ്കുവയ്ക്കാറുണ്ട്. അതെല്ലാം വളരെ വലിയ കാര്യം തന്നെയാണ്. എൻ്റെ വീഡിയോയിലൂടെ ദിവസവും പങ്കുവെക്കുന്ന ലെവലുകൾ എങ്ങനെ ലാഭകരമായി ട്രേഡ് ചെയ്യാൻ കഴിയും, എത്ര ഉപയോഗപ്രദമാണ് എന്ന് എന്നെയും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് സഹായകമാകുന്നു എന്ന് ഇൻഫോം ചെയ്യുന്നത് വളരെ സന്തോഷകരമാണ്. ഈ ചാനലിൽ എല്ലാ ദിവസവും കൃത്യമായി ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എന്നെ ഇപ്പോൾ നിർബന്ധിക്കുന്നതും ഈ തരത്തിലുള്ള മറ്റുള്ളവർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു ദിവസം പോലും ഇത് മുടങ്ങിപ്പോവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ തിങ്കളാഴ്ച രാവിലെ 7:09 എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ, നമ്മൾ ഏതായിരിക്കാം പ്രധാനമായി റെസിസ്റ്റന്റും സപ്പോർട്ടുമായി കാണേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 22,339 338 പോയിന്റ് സംതിങ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എവർ ടൈം ഹൈ. എന്നാൽ അത് കൃത്യമായ ആ പോയിന്റിൽ രേഖപ്പെടുത്താൻ പലപ്പോഴും സാധ്യമാകാറില്ല. എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും അത് ഒരു 1, 2, 3 പോയിന്റിന്റെ എങ്കിലും വ്യത്യാസത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ലെവലുകൾ നിങ്ങളൊരു 2-3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ തന്നെ കണക്കാക്കണം. എല്ലായ്പ്പോഴും ഇത് എക്സാക്റ്റ് ലൈനാണ് എന്ന് കണക്കാക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അത് കൃത്യമായും എല്ലാവരും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്
23,150 ആദ്യമേ ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 23,150 ആണ്. 23,339 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ, അതായത് എവർ ടൈം ഹൈ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് തന്നെ നല്ല റേഞ്ച് ഉണ്ട്. ഇപ്പം നിഫ്റ്റിയും ബാക്കി ഇൻഡെക്സുകളും എല്ലാം നല്ല റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയ മൈനർ സപ്പോർട്ട് ആയി ഇവിടെ 23,223 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിരുന്ന എവർ ടൈം ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അതായത് 23,339 എന്നതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് തന്നെ മൂവ് ചെയ്യും എന്ന ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, അങ്ങനെ ഒരു സൂചനയാണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 23,385 എന്ന ലെവലിനൊക്കെ മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള 23,385, 442, 496, 545. ഈ ലെവലുകളെല്ലാം ഇതിനു മുമ്പ് തന്നെ ഈ ലാസ്റ്റ് ഓൾ ടൈം ഹൈ തന്നപ്പോൾ തന്നെ പിറ്റേ ദിവസം ലഭിച്ചേക്കാമെന്ന് കരുതി നമ്മൾ രേഖപ്പെടുത്തിയവ തന്നെയാണ്. എന്നാൽ അവിടെ നിന്നും നിഫ്റ്റി ആ ഓൾ ടൈം ഹൈ തന്നതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം നല്ല ഡിക്ലൈൻ കാണിച്ച് 1,900 പോയിന്റ് ഫാൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും പ്രൈസ് ആ ലെവലിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ, ഒരു 1 ഡേ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. എന്നാൽ ഇതിന് മുകളിലോട്ടുള്ള ഒരു ലെവലുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യും എന്ന് ഫീൽ ചെയ്താൽ ഇതിന് മുകളിലുള്ള ടാർഗറ്റുകൾ ഞാൻ തീർച്ചയായും റണ്ണിംഗ് മാർക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നു മുതൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ആയിരിക്കും വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ടാവുക. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ നൽകുന്ന ഒരു വോയിസ് ക്ലിപ്പോ നിങ്ങൾ നൽകുന്ന ഒരു സ്ക്രീൻഷോട്ടോ, പ്രോഫിറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിൽ ടെലഗ്രാം ചാനലിന് അതിനൊരു സാധ്യതയുള്ളത് കൊണ്ടും അങ്ങനെ ഒരു മാറ്റം വരുത്തുകയാണ്. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ടെലഗ്രാമിൽ ആരും എനിക്ക് മെസ്സേജ് അയച്ചത് കൊണ്ട് കാര്യമില്ല, ഞാൻ അത് നോക്കുന്നതല്ല. നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാൻ ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. അങ്ങനെ പുതിയതായി ആണ് ഒരാൾ ആദ്യമായാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എങ്കിൽ, അവർ ഈ വീഡിയോയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമന്റ് എനിക്ക് ഷെയർ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതിന് ശേഷം വേണം മെസ്സേജ് അയക്കാൻ. അതും വോയിസ് മെസ്സേജ് മാത്രമായേ അയക്കാവൂ. എഴുതിയിട്ട മെസ്സേജുകൾ വായിക്കാൻ ഏറെ സമയമെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ടെർമിനൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ലാഭമുണ്ടാക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തന്നെ. എന്നാൽ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായും നിങ്ങളുടെ കമന്റും ലൈക്കും ആവശ്യമാണ്. അത് നൽകി സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ്മെന്റ്
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിൽ പോവാതെ ഡൗൺവേർഡ് തന്നെ വരുന്നു എന്ന് കരുതിയാൽ മാത്രമേ പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ വീണ്ടും വന്ന് ക്ലോസ് ആവുക, അതായത് ഈ ലെവലിന് താഴെയോട്ട് ക്ലോസ് ആവുക എന്നതാണ് സെല്ലിംഗ് ആയേക്കാം എന്ന് ഞാൻ കരുതാനുള്ള ഒരു പോയിന്റ്, ഒരു ലെവൽ. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ വന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ താഴെ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ടെർമിനലിൽ വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഈ ലെവൽ രേഖപ്പെടുത്തുക. പ്രയോജനകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതും നിങ്ങളുടെ മാത്രം താല്പര്യമാണ്, നിങ്ങളുടെ മാത്രം റിസ്ക് ആണ്. ഞാൻ ഇത് വ്യക്തിപരമായി എൻ്റെ ട്രേഡിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ലെവലുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 49,660 എന്ന ലെവലാണ് ആദ്യമായ പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം സൂചിപ്പിക്കാനായി 49,942 എന്ന ലെവലിൽ ഒരു തിൻ ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഈ ലെവലുകൾ പ്രധാനമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ 50,892 എന്ന ലെവലാണെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുമെന്നും ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണുകൾ, അതായത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ ടാർഗറ്റുകളായി ലഭിക്കാവുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളുമാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 50,095, അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി, അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. ഈ 50,095, 100 എന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്ത് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 50,095, 50,396, 50,610, 50,892, 51,133 എന്നിങ്ങനെയാണ് ഈ ലെവലുകൾ. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ ഈ ലെവലുകൾ രേഖപ്പെടുത്തി വെക്കുക. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഡൗൺവേർഡ് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഇതിനു മുകളിലുള്ള ലെവൽ, അതായത് 49,942 എന്ന ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. ആദ്യമേ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 49,660 ആണ്. അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എങ്കിലും അതിന് താഴെ 49,554, 49,381 എന്നീ ലെവലുകൾക്ക് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. എങ്കിലും ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ വീണ്ടും കിട്ടാവുന്നത് 48,900 എന്ന ലെവലാണ്. അതിനു മുമ്പ് 49,071 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും
സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ പോയേക്കാം ബാങ്ക് നിഫ്റ്റി എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. പലരും ഇത് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അങ്ങനെയെങ്കിലും സൂം ചെയ്താൽ ഈ ലെവലുകൾ വ്യക്തമായി കാണാൻ കിട്ടുന്നതാണ്. അവർക്ക് താല്പര്യമുള്ളവർക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. സെൻസെക്സ് കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ പുതിയ ഉയരം രേഖപ്പെടുത്തിയിരുന്നു. അത് 76,814 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അത് 76,795 എന്ന ലെവലാണ് ഉള്ളത്. സെൻസെക്സ് കഴിഞ്ഞ ദിവസം പുതിയ ഹൈ തന്നിട്ടുണ്ട്, ചെറിയ പോയിന്റുകൾക്കാണെങ്കിലും. അതിന് ആ ലെവലിൽ ഞാൻ 76,803 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 76,190 ആണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു മൈനർ സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ 76,360 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അങ്ങനെ സംഭവിക്കുന്നു, ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 76,803 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് കരുതുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. അത് 77,008 എന്ന് പറഞ്ഞാൽ 77,000 ലെവല്, 77,104, 150, 77,422 എന്നിങ്ങനെയാണ്. എന്നാൽ ഈ ലെവലുകൾ ക്രോസ് ചെയ്ത് ഇതിനു മുകളിൽ വരുന്നതാണ് എങ്കിൽ അപ്പോൾ പുതിയതായി ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകൾ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ അറിവിൽ, എനിക്ക് അറിയാവുന്നിടത്തോളം എങ്ങനെയായിരിക്കാമെന്ന് ഞാൻ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനൽ ആ സമയങ്ങളിൽ ശ്രദ്ധിച്ച് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ നമ്മുടെ എവർ ടൈം ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 76,190 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ക്ലോസ് ആയി കിട്ടുകയാണ് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രധാനമായും ഞാൻ കണക്കാക്കുന്ന സ്റ്റോപ്പ് ലോസ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് ഈ 75,979 എന്ന ലെവലിന് താഴേക്ക് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കരുതുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. അവ 75,587, 75,296, 74,742, 74,471 എന്നിങ്ങനെയാണ്. ഇവിടെ പ്രധാന ഒരു അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകളായി ഞാൻ കണക്കാക്കുന്ന ഏരിയകളാണ് ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആദ്യത്തേത് 75,296 ആണ്. പിന്നത്തേത് 74,471 എന്ന ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. നിങ്ങൾ ആവശ്യമായി വരുന്ന പക്ഷം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. കാണാൻ കിട്ടാത്തവർ ജസ്റ്റ് സൂം ചെയ്താൽ, മൊബൈലിലാണെങ്കിലും സൂം ചെയ്താൽ
ഈ സംഖ്യകൾ കൃത്യമായി കാണാൻ കഴിയുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. സ്ഥിരമായി കാണുന്നവർ, പുതിയതായി കടന്നു വന്നവരും നിങ്ങളുടെ ലൈക്കുകൾ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ടെലഗ്രാം ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കാണുന്നതല്ല. നിങ്ങൾ തീർച്ചയായും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മാത്രം അയക്കുക. അങ്ങനെ വോയിസ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള കമന്റ് സ്ക്രീൻഷോട്ട് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ എന്നെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. അതൊക്കെ അല്പം ക്ലേശകരമായ പണി തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇതും ഒരു ക്ലേശകരമായ പണിയാണ്. ഇതും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കുമെന്നും സഹകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ലാഭമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.